നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് മുരളീകൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കണ്ണൂരിലെ തിളങ്ങുന്ന നക്ഷത്രമായ പി ദിവ്യ അവർക്ക് കുരുക്ക് വീഴുമോ, അവർ കെട്ടിന്റെ പണി കിട്ടുമോ എന്നുള്ളതാണ്. ഈ കേസ് ഇപ്പോൾ CBIക്ക് വിടണമെന്നുള്ളത് നേരത്തെ മുതലുള്ള ആദ്യം മുതലുള്ള ആവശ്യമാണ്. കാരണം സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിലൂടെ അവർക്ക് അത്ര മതിപ്പ് തോന്നിയില്ല. കാരണം അവർ ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും സംസ്ഥാന പോലീസ് അന്വേഷിക്കാനായിട്ട് വിമുഖത കാട്ടി. കാരണം 2 തവണ ഈ കേസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBIക്ക് വിടുന്നതിനോട് യോജിപ്പില്ലാതെ ആ കേസ് മാറ്റിയതാണ്. പുറത്തു വരാത്ത ഒട്ടേറെ ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ എന്തൊക്കെയാണ്? ഈ നവീൻ ബാബു കണ്ണൂർ ADM ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടത് കണ്ണൂരിലെ പള്ളിമുക്കില് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിനാണ് കണ്ടത്. അന്നത്തെ കളക്ടർ ശ്രീ അരുൺ K. വിജയന്റെ നേതൃത്വത്തിൽ ഈ നവീൻ ബാബുവിന് സ്വന്തം ജില്ലയായ പത്തനംതിട്ട ജില്ലയിലേക്ക് ഒരു സ്ഥലം മാറ്റം ഉണ്ടായി. അല്ലെ, യാത്രയപ്പ് യോഗത്തിനകത്ത് സാധാരണ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ വാഴ്ത്തുക, അല്ലെ അദ്ദേഹത്തിന് പുതിയ സ്ഥലത്ത് നമുക്ക് എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ അവർക്ക് എന്ന് പോകട്ടെ എന്നതാണ് ആണല്ലോ സ്വാഭാവികമായും പറയുന്നത്. ശ്രീ പി ദിവ്യ കടന്നു വരികയും ഇത് വലിയ അഴിമതിക്കാരനാണെന്നുള്ള മട്ടിൽ അവിടെ ഒരു പ്രസംഗം നടത്തുകയും ഈ വിഷയം വീഡിയോ ചെയ്യണമെന്നും ഇത് അവിടെ പ്രചരിപ്പിക്കണമെന്നും ഉള്ള ഒരു ദുഷ്ടലുക്ക് കൂടിയാണ് പി ദിവ്യയുടെ ഒന്നാമത്തെ വിഷയം. അത് തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായിട്ടിരുന്ന CV പ്രശാന്തൻ പമ്പ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് NOC കൊടുക്കണമെങ്കിൽ 7ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെ സമ്മതപത്രം ഉണ്ടായിരിക്കണം. ആ NOC എല്ലാം കൂടെ സമാഹരിച്ചിട്ടാണ് ADM NOC അനുവദിക്കുന്നത്. ആരും വിമർശിച്ചിട്ടില്ല. ഈ പി ദിവ്യ അല്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല. ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷവും CPM-ലെ അംഗങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഭാര്യയെ വിളിച്ച് പറയാണ്, ഞാൻ നാളെ രാവിലത്തെ മലബാർ എക്സ്പ്രസിന് രാവിലെ 6:30 മണിക്ക് ചെങ്ങന്നൂരിൽ വരും. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് റൂം പൂട്ടി താക്കോല അടുത്തുള്ള അതിന്റെ കെയർടേക്കറെ ഏൽപ്പിച്ചിട്ട്, കാരണം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ മൊബൈൽ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിച്ച് അദ്ദേഹത്തിന്റെ ബോഡി പിറ്റേ ദിവസം രാവിലെ ഹാങ് ചെയ്തത് കാണുകയാണ്. ഈ CCTV പരിശോധിച്ചിട്ടുണ്ടോ കാര്യമായിട്ട്? ഈ നവീൻ ബാബു താമസിക്കുന്ന പള്ളിമുക്കിലെ ക്വാർട്ടേഴ്സ് മുതൽ അദ്ദേഹം സഞ്ചരിച്ചെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൽ ഏതെങ്കിലും CCTV കാര്യമായി പരിശോധിച്ചിട്ടുണ്ടോ? CCTV ഫുട്ടേജുകൾ അവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഇനി മൂന്നാമത്തെ കാര്യം കൂടെ പറയാം. അതിരാവിലെ എണ്ണിട്ട് അവർ എല്ലാം ഒരുങ്ങി ഭർത്താവിനെ സ്വീകരിക്കാൻ, അച്ഛനെ സ്വീകരിക്കാനായിട്ട് അവർ കുടുംബത്തോടെ വരികയാണ്. നമ്മളാണെന്ന് ആലോചിച്ചത്, നമ്മളൊരു വലിയ കുഴപ്പത്തിൽപ്പെട്ട് കിടന്നു. നമ്മുടെ സ്വന്തം നാട്ടിലേക്കല്ല വീട്ടിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോയി ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോവാണ്. അപ്പം നമ്മളെ ഒരാൾ ഒരു യാത്രയപ്പ് യോഗത്തിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി തൂങ്ങിച്ചാകും. ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇതിന്റെ പിന്നിൽ പുറത്തു വരാത്ത എന്തൊക്കെ ദുരൂഹതകളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ആ റൂം തുറന്നു കിടന്നത്? പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. TV പ്രശാന്തിനെ സംബന്ധിച്ച് അയാളൊരു ഇലക്ട്രീഷ്യന് ഒരു പമ്പ് തുടങ്ങാനായിട്ടുള്ള അതിനുള്ള പാങ്ങൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഏർപ്പാടായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ ബിനാമി ഏർപ്പാടിൽ പി ദിവ്യക്ക് എന്താണ് പങ്ക്? 48 പ്രാവശ്യം TV പ്രശാന്തിനെ പി ദിവ്യ ഫോൺ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, തീർച്ചയായിട്ടും ഈ പെട്രോൾ പമ്പിന്റെ ഉടമ പി ദിവ്യ ആണ് എന്ന രീതിയിലേക്ക് സംഗതി വരത്തില്ലേ അവസാനം വരും? അങ്ങനെ ഒരു പരാമർശങ്ങളും ചില സൂചനകളൊക്കെ നേരത്തെ കേട്ടു. 14-ാം തീയതി മുതൽ വൈകുന്നേരം മുതൽ 15-ാം തീയതി രാവിലെ വരെയുള്ള ഈ ടവർ ലൊക്കേഷനിൽ എത്ര കോളുകൾ ഇതിനെ വന്നിട്ടുണ്ട്, അതിന് സംശയാസ്പദമായ കോളുകൾ എന്തുണ്ട്, ഇവരുടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോണുകളിലേക്ക് വന്നിട്ടുണ്ട്. സോഴ്സ് എന്താണ്, ഈ പണത്തിന്റെ സോഴ്സ് എന്താണെന്നും അന്വേഷണത്തിൽ വന്നിട്ടില്ല. പ്രതിയേ അല്ല, പ്രതിസ്ഥാനത്ത് പോലും ഈ പ്രശാന്തനില്ല. CBIക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പലരും അവർക്ക് EDക്കും CBIക്കും ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. പക്ഷെ ഇത്തരം വിഷയത്തെ അവർക്ക് രാഷ്ട്രീയ താല്പര്യം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടുത്തെ പോസ്റ്റ്മോർട്ടങ്ങളെല്ലാം വീഡിയോ റെക്കോർഡഡ് ആണ്. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവരിവിടുന്ന് പുറപ്പെടുന്നു, ഞങ്ങൾ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ എന്ന് അവരെ അറിയിച്ചിട്ടും അവർ തിരക്ക് പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടിക്കകത്താക്കി വെച്ചു കൊടുത്തു. അങ്ങനെ ഇൻക്വസ്റ്റ് അതിന് പോലും ഇവരുടെ ബന്ധക്കാരുമില്ല. അതൊരു ദുരൂഹത തന്നെയല്ലേ? ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന് ശേഷം കണ്ണൂർ കളക്ടർ ശ്രീ അരുൺ K. വിജയനും അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും നടത്തിയ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണമുണ്ട്. ഈ അന്വേഷണത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ ശ്രീ നവീൻ ബാബു ADM എന്നുള്ള നിലയിൽ ഈ ഫയൽ വെച്ച് താമസിപ്പിച്ചിട്ടില്ല. ലഭിക്കാതിരുന്നത്, വൈകി വന്നത് കേരള പോലീസിന്റെ NOC ആണ് കിട്ടാതിരുന്നത്. അപ്പൊ ഇദ്ദേഹം 3 തവണ പോലീസിന് റിമൈൻഡർ കൊടുത്ത് NOC പെട്ടെന്ന് വേണം വന്നിട്ട് അയാൾ വന്നിട്ട് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന് NOC കൊടുത്തില്ല. ഇനി പോലീസിന് NOC കൊടുക്കാഞ്ഞിട്ട് ഇനി പോലീസിന് സാമ്പത്തികമായിട്ട് പോലീസിനെ സ്വാധീനിക്കാഞ്ഞിട്ടാണ്. പക്ഷെ പി ദിവ്യ ഇപ്പോൾ ഒരാളിന് പോലീസിനെ സ്വാധീനിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ആ
ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ലേ? പോലീസിന്റെ NOC പിന്നെ ഇവിടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് നോട്ട് എഴുതിയിട്ട് ഈ ഫയൽ മേലോട്ട് പുട്ടപ്പ് ചെയ്ത് ഇതിന്റെ NOC കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് അന്വേഷണത്തിൽ ഒളിവായിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ഭാഗത്തുള്ള തെറ്റ് ഈ പോലീസിന്റെ NOC വൈകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ PPDB ക്ഷണിക്കാത്ത യോഗത്തിൽ ചെന്നിട്ട് വീഡിയോഗ്രാഫറെ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുകയും അദ്ദേഹം വലിയ കുഴപ്പക്കാരനും കൈക്കൂലിക്കാരനുമാണെന്ന് അവിടെ പൊതുവേദിയിൽ വെച്ച് പറയുകയോ ഒക്കെ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ എല്ലാം വിളിച്ചിരുത്തിയിരിക്കുന്ന യോഗത്തിലാണ്. അതിനുശേഷം ഈ വീഡിയോ പരന്നത് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അത് പരത്തുകയാണ്. അങ്ങനെ രാത്രി തന്നെ പരത്തി. അതിന് വീഡിയോഗ്രാഫറെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അയാൾ പറഞ്ഞു ഞാൻ എടുത്തു, ഇവർക്ക് ഇട്ടുകൊടുത്തു. ആർക്കാണ്? PPDB ഇട്ടുകൊടുത്തു. പക്ഷെ അവരാണ് ഇത് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് പോയിട്ട് പിന്നെ നവീൻ ബാബു പോയി ആത്മഹത്യ ചെയ്യുമോ? അവിടെയാണ് ആദ്യത്തെ ചോദ്യം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ആൾ എങ്ങനെ തിരികെ ക്വാർട്ടേഴ്സിൽ വന്നു എന്നുള്ളതാണ്. വഴിക്ക് വെച്ച് ഇദ്ദേഹം ആരെ കണ്ടു, അല്ല ഇദ്ദേഹത്തിന് ആരെങ്കിലും ഫോൺ ചെയ്തോ, അത് എവിടെ വെച്ചാണ് സംഭവിച്ചിരുന്നത്, അവിടുത്തെ CCTV ഫുട്ടേജുകളിനകത്ത് ഈ ദൃശ്യങ്ങളുണ്ടോ? എന്നാൽ TV പ്രശാന്തിന് ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഇവിടെ ക്വാർട്ടേഴ്സിനടുത്ത് വന്ന ഒരു CCTV ദൃശ്യം ഉണ്ടെന്ന് പറയുന്നു. എന്തിനാണ്? കൈക്കൂലി കൊടുക്കാൻ അയാൾ വന്നെന്ന് പിന്നെ PPDBയുടെ ആൾക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് പോകുന്ന ദൃശ്യമാണ്, തിരിച്ചറിയുന്ന ദൃശ്യമില്ല. ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതോ അല്ല ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ഇരിക്കുന്നു, അതിന്റെ CCTV പിന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. ടവർ ലൊക്കേഷൻ മാത്രമേ അവിടെ പറയുന്നു ഇദ്ദേഹം ഇന്നടത്ത് വരെ ചെന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കാര്യം ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് ആത്മഹത്യ അല്ല. കാരണം സംശയത്തിന്റെ ഒട്ടേറെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല ഇദ്ദേഹം ഒരു CPM കാരനാണ്. ഇദ്ദേഹത്തിന് പത്തനംതിട്ടയിലേക്ക് പോയാൽ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും PPDBക്ക് തളയ്ക്കാനാവില്ല. കാരണം ഇദ്ദേഹം സജീവമായ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന് പത്തനംതിട്ട നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. കുടുംബപരമായിട്ട് CPM കുടുംബമാണ്. ആ രീതിയിൽ ഇദ്ദേഹത്തെ തളയ്ക്കാൻ പറ്റുമെന്നറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒന്ന് തട്ടിക്കൊണ്ടുപോയി അബദ്ധത്തിലോ കയ്യബദ്ധത്തിലോ മരണപ്പെട്ടു പോകാനാണ് സാധ്യത. തള്ളിക്കളയാൻ കഴിയില്ല. എത്രയോ കേസുകൾ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ആദ്യം കുറച്ചെറിയ രീതിയിൽ അന്വേഷണം നടക്കുകയും PPDBയെ പിന്നെ സസ്പെൻഡ് ചെയ്യുകയും അല്ലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ആ അന്വേഷണം വേറെ എവിടെയൊക്കെ തട്ടിയും മുട്ടിയും വഴി തടഞ്ഞൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു കേസുണ്ട്. ആ കേസിൽ എന്റെ അന്വേഷണം ശരിയല്ല എന്ന് എനിക്ക് ഈ അന്വേഷണത്തോട് തൃപ്തികരമല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പോലീസുകാരൻ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾ CBI വിട്ടോളൂ, നിങ്ങൾ വേറെ അന്വേഷണ ഏജൻസി അയപ്പിച്ചോളൂ, ഞങ്ങൾ സത്യം ഇവിടെ തന്നതിന് ശേഷം ഒരു റീപോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാനായിട്ടുള്ള സമ്മർദ്ദം ഇവരുടെ അനിയന് മേൽ ചുമത്തപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം കണ്ണൂരിൽ നിന്ന് ധാരാളം നേതാക്കന്മാർ ഈ ബോഡി വന്നതിന് ശേഷം പത്തനംതിട്ടയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പത്തനംതിട്ടയിലെ CPMന്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ദുരൂഹമല്ലേ? അന്ന് ഈ നവീൻ ബാബു ADMഉം അവിടുത്തെ കളക്ടറും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലായിരുന്നു കാര്യങ്ങൾ. കാരണം നവീൻ ബാബു ഈ വഴി വിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കാം കളക്ടർക്ക് പല സമ്മർദ്ദങ്ങളും ഉണ്ട്. കളക്ടറോടാണല്ലോ രാഷ്ട്രീയ നേതൃത്വം ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഈ യോഗം ഇവർ താമസിപ്പിച്ചു. കളക്ടർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഈ നവീൻ ബാബുവിനെതിരെ ഇവിടെ വന്ന് PPDB ഇത്തരം ചില പരാമർശങ്ങൾ നടത്തുമായിരുന്നുവെന്ന് കളക്ടറായിരുന്ന അരുൺ K. വിജയന് അറിയാമായിരുന്നു. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണാൻ ഇദ്ദേഹം തയ്യാറായില്ല. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് ചോദിച്ചപ്പോഴാണല്ലോ പറയുന്നത് അദ്ദേഹം മൗനത്തിലായിരുന്നു. ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം എന്തോ ഒന്ന് മൊഴിഞ്ഞത്. ഈ കളക്ടറെ പിന്നെ എങ്ങോട്ടാ മാറ്റിയത്? അദ്ദേഹത്തെ കണ്ണൂർ കളക്ടർ സ്ഥാനത്ത് മാറ്റിയ വ്യവസായ വകുപ്പ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. വളരെ കീ പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. എന്നാലും മനസ്സിലായി ആ ഒരു ഫേവർ ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ PPDBക്കൊപ്പമായിരുന്നു. മറിച്ച് തന്റെ സ്റ്റാഫായ തന്റെ തൊട്ട് താഴെ കസേരയിലിരിക്കുന്ന ADM നവീൻ ബാബുവിനൊപ്പം അല്ലായിരുന്നു എന്നുള്ള സ്പഷ്ടമല്ലേ. അദ്ദേഹം നല്ല ഓഫീസറാണെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്റെ മുന്നിൽ വന്ന് കുറ്റസമ്മതം നടത്തി എന്ന് അദ്ദേഹം കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന്റെ പ്രതിഫലമാണല്ലോ ഇപ്പൊ അനുഭവിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ഈ വിഷയത്തിന് നല്ല പങ്കുണ്ട്. കണ്ണൂരിന്റെ പരാജയത്തിന്റെ ഭാഗത്തുണ്ട്. സംസ്ഥാനം ഒട്ടാകെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇതിൽ ദുരൂഹതകൾ ഉണ്ടെന്നും ഇതില് PPDBയെ സംരക്ഷിക്കുന്ന ചില നിലപാടുകൾ പാർട്ടിയുടെ കണ്ണുകളെ ചില നേതാക്കന്മാർ എടുത്തു എന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ പത്തനംതിട്ടയിൽ ഇത്രയും വലിയ പരാജയം സംഭവിച്ചു. ഇവരുടെ കുടുംബം പാർട്ടി കുടുംബമാണ് മുഴുവൻ ആളുകളും. പക്ഷെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിനും അന്വേഷണം ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനും ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. CBI അത് കണ്ടെത്തി. മറിച്ച് ഈ ദുരൂഹതയില്ല, ഇത് ആത്മഹത്യ അല്ല, മറിച്ച് ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞാൽ കേരള പോലീസിന്റെ വിശ്വാസ്യതയ്ക്ക് എവിടെ പോയി നിൽക്കും? രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടോ അല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രീണിപ്പിക്കാനോ ഇത്തരം വിഷയങ്ങളിനകത്തൊന്നും ഒരാൾ പോലും നിലപാടുകൾ കൈക്കൊള്ളരുത്. അന്വേഷണം അതിന്റെ വഴിക്ക് തന്നെ പോകണം. അത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് 99% പേരും പറയുന്ന ഒരാൾ. കളക്ടർ ഇത് ഒരാളെ പറഞ്ഞുള്ളൂ ഇദ്ദേഹത്തിനെതിരായിട്ട്. ജീവിതത്തിൽ അദ്ദേഹത്തിന് എത്ര വർഷത്തെ സർവീസുള്ള ആളാണ്. കെട്ടിത്തൂങ്ങിയ നിലയിൽ ഫാന് അതിനകത്ത് തന്നെ ആ ബോഡി കടന്നതിനകത്ത് തന്നെ ചില ലക്ഷണക്കേടുകൾ ഉണ്ടായിട്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇപ്പൊ 6:30 വരുന്നില്ലെങ്കിൽ വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, നിങ്ങൾ രാവിലെ വരണ്ട എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കുടുംബത്തോട് വിഷയങ്ങളുണ്ട്. എനിക്കത് പരിഹരിച്ച് വരാൻ പറ്റും, നിങ്ങൾ വരണ്ടെന്ന് അദ്ദേഹം പറയത്തില്ല. അതുപോലെ ഈ കൊച്ചുകുളം
ഭൂകമ്പകാലത്ത് അവർ ഇവിടുന്ന് മലയാളപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂർ വരേണ്ട ആവശ്യമില്ല. അതൊരു കുറിപ്പെഴുതി വെക്കത്തില്ലേ, നിങ്ങൾക്ക് എന്നോട് മാപ്പ് മക്കളെ എന്നൊരു വാക്ക്, മാപ്പ് മക്കളെ അല്ല മാപ്പ് നിനക്ക്, എനിക്ക് ഞാൻ ഒത്തിരി നാണം കിട്ടും, ഇനി എനിക്ക് മനുഷ്യനെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു വരിയിൽ ഒരു കുറിപ്പ് എഴുതി വെക്കത്തില്ല. അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതെല്ലാം ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ ഈ ദുരൂഹതകളുടെ എണ്ണം കൂടുവാണ്. അതിനകത്ത് മനുഷ്യന്റെ ഒരു മനസ്സാക്ഷിയുടെ പ്രശ്നമാണുള്ളത്. ഇപ്പം ചേട്ടനും ഒരു ഇടതുപക്ഷ യാത്രികനായിരുന്നു, ഇപ്പൊ സഹയാത്രികനാണ്. അപ്പം അതിന്റെ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ മുഴുവൻ ബലി കൊടുക്കുന്ന ഈ അവസ്ഥയാണ് ഇത് പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഇത് പിണറായി വിജയന്റെ മണ്ടയ്ക്കോട്ട് മാത്രം ഇതെല്ലാം കുറ്റങ്ങൾ വെക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല നടിക്കുകയാണ്. ഇത് ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്ത മുറിവ് വെപ്പിച്ചിട്ടുണ്ട്. ഈ മുറിവും ഉണ്ടാക്കിയതിന്റെ പിന്നിലും കണ്ണൂർ ലോബിക്കൊക്കെ പങ്കുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇത്തരം നടപടികൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടി ഓട്ടം ഓടുമ്പോൾ ഇതുപോലുള്ള വൻ പരാജയങ്ങൾ, ഇതുപോലുള്ള വേർപ്പൊഴുക്കിയവർക്ക്, പോസ്റ്റർ ഒട്ടിച്ചവർക്ക്, മുദ്രാവാക്യം വിളിച്ചവർക്ക് അവരേർക്കേണ്ടി വരുന്ന അപമാന ഭാരമുണ്ട്. അവർക്ക് ജനങ്ങളുടെ മുന്നിലിറങ്ങി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അത് നേരിട്ടുള്ള ആളല്ലേ നിങ്ങളും. എന്തായാലും എല്ലാ കാലവും എല്ലാം മൂടി വെച്ച് പോകാൻ കഴിയില്ല. ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതിന്റെ ഒരു തുടക്കമാകാം ഇപ്പൊ CBI അന്വേഷണം നടക്കും, ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിക്കും. ഈ പോസ്റ്റ്മോർട്ടം നടക്കാതിരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് റീപോസ്റ്റ്മോർട്ടത്തിന് വന്ന വിഘാതത്തെ കുറിച്ച് സംബന്ധിക്കും. ഈ TV പ്രശാന്തന്റെ ബിനാമി ഏർപ്പാടുകളെ കുറിച്ച് പരിശോധിക്കും. വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, തമ്മിലുള്ള ഫോണുകൾ. അപ്പോൾ ഏതായാലും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.